മനുഷ്യരെയും ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു അവരോട് ചോദിക്കുകയാണ്. അതായത് അലം യഅ്തിക്കും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയുൻദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ. നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലേ? നിങ്ങളോട് ഈ അവസ്ഥ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകില്ലേ എന്നൊക്കെ അള്ളാഹു രണ്ട് സമൂഹത്തെയും, ഈ ജിന്നുകളെയും മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരലോകത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അവർ സ്വയം തന്നെ അതിന് സാക്ഷിയാണ്. പക്ഷേ അവരെ ഭൗതിക ജീവിതം അവരെ അങ്ങ് വഞ്ചിച്ച് കളഞ്ഞു എന്നൊക്കെ അവർ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ആ ഒരു കാര്യം ദാലിക്ക അല്ലം യക്കുൻ റബ്ബുക്ക, അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. എന്ത്? ഒരു നാടിനെയും അള്ളാഹു നശിപ്പിക്കുകയില്ല, ബിദുൽമിൻ അക്രമപരമായി നശിപ്പിക്കുകയില്ല. അതായത് ഏതൊരു നാടിനെ അള്ളാഹു നശിപ്പിക്കുന്നുണ്ടെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി പ്രവാചകന്മാരെ അവിടേക്ക് അയച്ചിട്ട് അവരോട് ഹിദായത്ത് എന്താണ് വലാലത്ത് എന്താണ് എന്ന് പഠിപ്പിക്കാതെ പറഞ്ഞു കൊടുക്കാതെ ഒരു നാടിനെയും അള്ളാഹു നശിപ്പിക്കുകയില്ല. അതാണ് പറയുന്നത് ദാലിക അല്ലൻ യക്കുൻ റബ്ബുക മുഹ്ലിക്കൽ ഖുറ ബിദുൽമിൻ വഅഹ്ലുഹാ ഗാഫിലൂൻ. ആ നാടുകൾ, അതായത് തെക്കും വടക്കും ഇല്ലാത്ത ഒരാളെ, ഒരു സമൂഹത്തിനെ പോയിട്ട് അള്ളാഹു നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അങ്ങനെ നശിച്ചു പോവുകയാണെച്ചെങ്കിൽ നമ്മൾ ഈ ആമസോൺ കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്ന ആദിവാസികൾ അവരൊക്കെ നശിച്ചു പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഈ പുരോഗതി പ്രാപിച്ച, നാഗരികമായൊക്കെ പുരോഗതി പ്രാപിച്ച ഈ സമൂഹങ്ങളാണ് എവിടെ നശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം അതാണ്. അവരിലേക്ക് പ്രവാചകന്മാരെ അയക്കും. അത് ലൂത്തിൻ്റെ സമൂഹമായാലും നൂഹിൻ്റെ സമൂഹമായാലും സാലിഹിൻ്റെ, ഊദിൻ്റെ, ഏത് സമൂഹത്തിനെ നമ്മൾ എടുത്താലും ആ സമൂഹങ്ങളൊക്കെ പുരോഗതിയിൽ വളരെ ഔന്നത്യം പ്രാപിച്ച ഒരു സമൂഹമായിരുന്നു. അപ്പോൾ ആദ് സമൂദിനൊക്കെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അവരുടെ ആ ഒരു സംഗതി, അവരുടെ ബിൽഡിങ്, അവരുടെ നിർമ്മാണം, ഫറോവയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്തൂപങ്ങൾ, ഇങ്ങനെ ഓരോന്നും എടുത്തു കാണിച്ചിട്ട്, അതായത് പുരോഗതിയുടെ അവരുടെ എല്ലാ ആ തെളിവ് എടുത്തു കാണിച്ച് തന്നെയാണ് ഖുർആൻ പറയുക. അപ്പോൾ അങ്ങനെ പുരോഗതിയിലെത്തിയ ഒരു സമൂഹം പിന്നെ എന്തിനാണ് നശിക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് അതിന് ഉത്തരം പറയാനുണ്ടാവില്ല. കാരണം പുരോഗതിയുടെ അത്യുന്നതിയിൽ പിന്നെ അത് വീണ്ടും പുരോഗതിയിലേക്ക് പോവല്ലേ വേണ്ടത്. പക്ഷെ ഇതെങ്ങനെ നശിച്ചു? അപ്പോൾ അതാണ് ആ വിഷയത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഒരിക്കലും അങ്ങനെ ഒരു അന്തം കുന്തമില്ലാത്തൊരു സമൂഹത്തിനെ പിടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. വ ഇമ്മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ, ഒരു മുന്നറിയിപ്പുകാരനില്ലാത്ത ഒരു ഉമ്മത്തും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല. അടുത്ത ആയത്ത് പറയണം വലി കുല്ലിൻ ദറജാത്തും മിമ്മ ആമിലു, അതായത് ഓരോ കൂട്ടർക്കും, അതായത് ഈ പറയുന്ന ഈ അള്ളാഹുവിൻ്റെ ഈ ക്രമത്തിനകത്തുനിന്ന് പുറത്ത് ചാടി ജീവിക്കുന്ന ഏതൊരു സമൂഹത്തിനും അവർ പണിയെടുത്തതിനനുസരിച്ച ദറജയുണ്ട് എന്നാണ്. അവരെന്താണോ ചെയ്തത് അതിനനുസരിച്ചുള്ള ദറജ. സ്വർഗത്തിൽ ദറജ ഉള്ളതുപോലെ തന്നെ നരകത്തിലും ഉണ്ട് ദറജ. എല്ലാവർക്കും ഒരേ നരകമല്ല. അത് പണിയെടുത്തതിനനുസരിച്ച് ആ പദവികളൊക്കെ അവിടെ എല്ലാവർക്കുമുണ്ട്. വമാ റബ്ബുക്ക, നിൻ്റെ റബ്ബല്ല, നിൻ്റെ റബ്ബ് ഒരിക്കലും ഇവരെങ്ങനെ സൃഷ്ടിച്ച് വിട്ടിട്ട് അവരെന്താണ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടേക്കല്ല. അള്ളാഹു ഓരോ മനുഷ്യൻ്റെയും ഓരോ ചിന്താപരവും പ്രവർത്തനവും അവരുടെ മാനസിക വ്യാപാരങ്ങളടക്കം എല്ലാം അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അങ്ങനെ അശ്രദ്ധനായി ഇരിക്കുകയല്ല. നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, അള്ളാഹു കാര്യങ്ങളിൽ ഒന്നും പ്രത്യക്ഷമായി ഇടപെടാത്തത് കാണുമ്പോൾ, ഇപ്പോഴത്തെ ഈ ലോകമൊക്കെ കാണുമ്പോൾ നമുക്ക് അത് തോന്നും അള്ളാഹു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല, സൃഷ്ടിച്ച് അങ്ങനെ വിട്ടൊക്കെയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അള്ളാഹു ഒരു കാര്യത്തിനെക്കുറിച്ചും അശ്രദ്ധനല്ല. നമ്മുടെ വ്യക്തി ജീവിതമാണെങ്കിലും സമൂഹത്തിൻ്റെ ജീവിതമാണെങ്കിലും രാഷ്ട്രീയ ജീവിതമാണെങ്കിലും മതജീവിതമാണെങ്കിലും ഒക്കെ അള്ളാഹു അതിൽ അശ്രദ്ധരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് അള്ളാഹു പറയണം. അവരുടെ ഒരു പ്രവർത്തനം സംബന്ധിച്ചും അള്ളാഹുവിന് അശ്രദ്ധ ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം അത് വലിയ വിപുലമായൊരു സിസ്റ്റം, ബൃഹത്തായൊരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ എന്ത് സംഭവിച്ചാലും അത് രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ഇന്നിപ്പോൾ ഈ കാലത്ത് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ ഒരു പണിയില്ല. വേറൊരു കാലത്താണെങ്കിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ എന്നൊക്കെ ചോദിക്കും. ഇന്നിപ്പോൾ ഇറാനകത്ത് എന്തൊക്കെ നടക്കണമെന്ന് ഇസ്രായേൽ ഇപ്പുറത്തിരുന്ന് കാണുന്നു, അമേരിക്ക അപ്പുറത്തിരുന്ന് കാണുന്നു, ബാക്കിയുള്ളവർ കാണുന്നു. അതായത് അള്ളാഹുവിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നും ഒഴിയാതെ പിടിച്ചെടുക്കുന്ന സിസ്റ്റം. നമ്മുടെ സിസ്റ്റം ഇനിയിപ്പോൾ എത്ര ആയാലും അതിൽ പിഴവുകളുണ്ടാവും. പക്ഷേ അതനുസരിച്ച് ആ കാര്യങ്ങളെ നടക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിനൊക്കെ കാര്യങ്ങളെ വീക്ഷിക്കുകയാണെങ്കിൽ
അപ്പോൾ നമ്മൾ മൊത്തം ഇതിനകത്തൊരു CCTV ക്യാമറകളുടെ ഒരു നിരീക്ഷണത്തിലാണെച്ചെങ്കിൽ ആ ഒരു ബോധം നമ്മൾ നിലനിർത്തുന്ന മാതിരി നമുക്കിത് അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്ന് നിലനിർത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, ആ ഒരു ബോധം നമുക്ക് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തെ നമുക്ക് വല്ലാതെ മാറ്റി തീർക്കാൻ കഴിയും. അങ്ങനെ മാറ്റി തീർക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റില്ല. ഒരു സജീവമായൊരു ബോധം നമ്മൾ എപ്പോഴും അള്ളാഹു നമ്മളെക്കുറിച്ച് അശ്രദ്ധനല്ല, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം നമ്മൾ കൃത്യമായും നിലനിർത്താൻ കഴിയുമെങ്കിലേ നമുക്ക് നമ്മളുടെ ജീവിതം ഈ അള്ളാഹുവിൻ്റെ ക്രമത്തിനനുസരിച്ച് പുരോഗമിപ്പിക്കാൻ കഴിയുകയുള്ളൂ. റബ്ബുക്കൽ ഗനിയ്യു അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തിനാണ് ഇപ്പോൾ അള്ളാഹ് അത്ര വലിയൊരു ഗംഭീരമായ ഒരു സംവിധാനമൊക്കെ സൃഷ്ടിച്ച് നമ്മളെയൊക്കെ സൃഷ്ടിച്ച് നമ്മളെങ്ങനെ നിരീക്ഷിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണോ? ആ ചോദ്യത്തിന് ഉത്തരമാണ് റബ്ബുക്കൽ ഗനിയ്യുർ റഹ്മ. അള്ളാഹു സ്വയം പര്യാപ്തന. അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല, പക്ഷേ എല്ലാം സർവവും അള്ളാഹുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ അള്ളാഹു സമദ് എന്ന് പറയുന്നത്. അള്ളാഹു സമദാണെന്ന് അറിയാം. സ്വാഭാവികമായിട്ടുണ്ട് അള്ളാഹ്ക്ക് ഇപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം, അള്ളാഹുക്കിന് എന്തോ കാര്യം എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ഈ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടത്ര അറിയില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു സ്വയം പര്യാപ്തനാണ് എന്നതോടുകൂടി തന്നെ അത് സൃഷ്ടികളിലേക്ക് വരണമെന്നില്ല. അങ്ങനെയുണ്ടല്ലോ, ഇന്ത്യയൊക്കെ കുറേ ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തോളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർ റഹ്മ ആ സംഗതി അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ഈ വരൂ. അപ്പം നമ്മളില്ലാത്തൊരു സാധനത്തിനെ കഷ്ടപ്പെട്ട് പടച്ചുണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കി ഈ വക സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവരെ ജീവിപ്പിച്ച് നിലനിർത്തി എന്തിനെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എന്തിനെന്ന് ചോദിച്ചാൽ എന്തു പറയും? അതാണ് അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു റഹ്മാനും റഹീമുമാണെന്നുള്ളത് ആദ്യം മുന്നിൽ വെക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ടല്ലാതെ നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല. അള്ളാഹു സ്വയം പര്യാപ്തനായതോടുകൂടി തന്നെ ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ലാത്തതോടുകൂടി തന്നെ പിന്നെ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചാൽ പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അതിൻ്റെ. അള്ളാഹു മനുഷ്യരോട് സൃഷ്ടികളോട് കരുണ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു, അത് തീരുമാനിച്ചു. അള്ളാഹുടെ തീരുമാനം അത് എന്തിനു എന്നുള്ളത് ചോദ്യമില്ല. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചു. ആ തീരുമാനത്തിനനുസരിച്ചാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതും ജിന്നുകളെ സൃഷ്ടിച്ചതും ഈ ക്രമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതും. അതിനനുസരിച്ച് അതിനോട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പിന്നെ നമ്മുടെ പ്രശ്നം, അള്ളാഹുവിൻ്റെ വിഷയമല്ല. അപ്പോൾ അതാണ് ആ രണ്ട് സംഗതി. റബ്ബുക്കൽ ഗനിയ്യു ദുർ റഹ്മ, അവൻ കാരുണ്യവാനും അതേസമയം സ്വയം പര്യാപ്തനുമാണ്. ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ലാത്തവനാണ്, പക്ഷേ കരുണ അവൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. ഈ യുദ്ഹിബുക്കും, നിങ്ങളെ എങ്ങാനും ഇല്ലാതാക്കി കളയാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇത് പറയുമ്പോൾ അറബി സമൂഹമാണ് മുന്നിൽ ഉള്ളത്, മക്കിയാണല്ലോ. വയസ്തഖ്ലിഖു മിൻ ബഅദിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ശേഷം പിൻഗാമികളെ അല്ലെങ്കിൽ പകരക്കാരെയൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. മാ യശാഉ, അവൻ ആരെ തീരുമാനിക്കുന്നോ അവരെ കൊണ്ടുവരും. അതിനുള്ള തെളിവെന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെയാണ്. കമാ അൻഷഅക്കും, നിങ്ങളെ തീരുമാനിച്ചതുപോലെ, മിൻ ദുർരിയ്യത്തി ഖൗമിൻ ആഖരീൻ, അറബികളല്ലാത്ത മറ്റൊരു സമൂഹത്തിൻ്റെ സന്തതികളായിട്ടാണ് ഇപ്പോൾ നിങ്ങളിവിടെ ജീവിക്കുന്നത്. അതായത് നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ സന്തതി പരമ്പരകളാണ് ഈ സെമിറ്റിക്കുകളൊക്കെ. അറബികളായാലും യഹൂദരാണെങ്കിലും ഒക്കെ ഈ സെമിറ്റിക്കുകളിൽ പെട്ടതാണ്. ഈ സാമാണിച്ചെങ്കിൽ അറബിയല്ല. ഈ സാമുകളിൽ നിന്ന് പിന്നെ എത്രയുണ്ടായി, എത്ര നശിച്ചുപോയി. അവരിൽ തന്നെ ഉണ്ടായിരുന്ന വലിയ പേര് കേട്ടത് ഹിംയരികൾ, തുബ്ബാകൾ, ഇവരൊക്കെ എവിടെ ഇപ്പോൾ നിങ്ങൾ അവരുടെ ആ ദുരീയത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതായത് അള്ളാഹു തീരുമാനിച്ചാൽ ആരിൽ നിന്നും ആരെയും ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിന് കഴിയും. അത് നിങ്ങളെ തന്നെ പൂർവികരാരായിരുന്നു നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായി പറയണം. അതുകൊണ്ട് ഒരു സമൂഹം ഞങ്ങൾ ഭൂമിയിൽ അനിവാര്യരാണ് എന്ന് വിചാരിക്കേണ്ട, ആരും ശ്രേഷ്ഠരാണ് എന്നും വിചാരിക്കേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമനുസരിച്ച് നിലനിൽക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ യഹൂദരിലേക്ക് നീക്കി വെച്ചാൽ ശരിക്ക് ആ പറയുന്നതിൻ്റെ പൊരുൾ നമുക്ക് കിട്ടും. ഇന്നമാ തൂഅദൂന ലആത്തിൻ, നിശ്ചയമായും നിങ്ങൾക്കോട് ഭീഷണിപ്പെടുത്തുന്ന ആ പരലോകമെന്ന് പറയുന്ന ആ ശിക്ഷ, ആ നരകം, അത് നിശ്ചയമായും വരിക തന്നെ ചെയ്യും. അള്ളാഹു എന്തൊക്കെ
പറഞ്ഞിട്ടുണ്ടോ? അത് സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും ഭൂമിയിലാണെങ്കിലും പരലോകത്താണെങ്കിലും അത് ഒക്കെ വരിക തന്നെ ചെയ്യും. കാരണം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തെയും തടുക്കുന്ന ഒന്നും പ്രപഞ്ചത്തിലില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവിനെ കാത്തിരിക്കുക. അതാ ഖുർആൻ പറയുന്നത്, ഇദസ്സമാ ഉൻഷഖത്ത് വ അദിനത്ത് ലിറബ്ബിഹ വഹുക്കത്ത്. ഏത് പ്രപഞ്ചത്തിലെ ഏതൊരു സാധനവും അള്ളാഹുവിൻ്റെ ഓർഡറിനെ കാത്തിരിക്കുന്നു. ആ ഓർഡർ വരാത്തത് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഓർഡർ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതൊക്കെ നമ്മളെ ഈ സൂറത്തിൻ്റെ അവസാനം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യരെന്ന് നിലനിൽക്കാം. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ഈ സിസ്റ്റത്തെക്കുറിച്ച് അറിയാനാണ്. അത് അറിഞ്ഞിട്ട് ആ ബോധ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. വമാ അന്തും ബിമുഅ്ജിസീൻ, എന്തിനെയെങ്കിലും തടുക്കാൻ കഴിയുന്ന ഒരു പവറും ഒരു മനുഷ്യന് എന്നല്ല ഒരു സൃഷ്ടിക്കും ഈ പ്രപഞ്ചത്തിലില്ല. ആ അള്ള കൊടുത്ത ആ അവസരത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായി ഇങ്ങനെ ഞങ്ങൾ വലിയ കേമന്മാരാണെന്ന് കഴിഞ്ഞുകൂടുക എന്നല്ലാതെ വേറെ ഒരു സംഗതിയില്ല. അതുകൊണ്ട് നിങ്ങൾ കുൽ റസൂലെ പറയുക, യാ കൗമിയെ കൗമേ, സമൂഹമേ, യഅമലു നിങ്ങൾ പ്രവർത്തിക്കുക, അലാ മക്കാനത്തിക്കും നിങ്ങൾ ഇപ്പോഴുള്ള ഈ നിലപാടിലും ഈ അവസ്ഥയിലും നിങ്ങളങ്ങ് പ്രവർത്തിക്കുക. അതായത് ഒരു സമൂഹത്തിനോട് പറയാം, ഇന്നി ആമിലോ, ഞാനും പ്രവർത്തിക്കും. അതായത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിയുടെ ശരിക്കുള്ള ബോധ്യമാണ്. വിശ്വാസിയുടെ ബോധ്യം എന്ന് പറയുന്നത് ഒരു സമൂഹം ഉണ്ടായാലും ഒറ്റക്കായാലും ഒന്നാണ്. അതാണ് ഇബ്രാഹിം ഒരു പ്രസ്ഥാനമായത്. അന്ന് വേറെ ആരുമില്ല. പക്ഷേ ഒരു സമൂഹത്തിനോട്, ലോകത്തിലെ ബാക്കിയുള്ള സമൂഹത്തിനോടൊക്കെ ഉത്തരം പറയാൻ ഈ ഒന്ന് മതി എന്നാണ്. നമ്മളിതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറും ആരിഫും കൂടി എറണാകുളത്ത് വെച്ചിട്ട് ജിഹാദിനെക്കുറിച്ചൊരു സംവാദം ഉണ്ടായി. കണ്ടോക്കിയത് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കണം. ആരിഫിൻ്റെ ബോഡി ലാംഗ്വേജ്, മുഖഭാവങ്ങൾ, അതേ സമയത്ത് രാഹുൽ ഈശ്വറിൻ്റെ മുഖഭാവം. രാഹുൽ ഈശ്വർ ചിരിച്ചിട്ടല്ലാതൊരു വർത്തമാനം പറയണില്ല. ആരിഫ് ആകെ അങ്ങനെ കിടന്നിട്ട്, അതായത് എന്താ വെച്ചാൽ ബോധ്യങ്ങളാണ്. രാഹുൽ ഈശ്വർ ഇസ്ലാമിന് വേണ്ടിയൊന്നുമല്ല സംസാരിക്കണത്. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, അയാൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം. അത് പറയുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ആ ഒരു, നമ്മൾ കേട്ടിട്ടില്ലേ എന്തെങ്കിലും വർത്തമാനത്തിൽ തെളിവ് അയാൾ പറഞ്ഞൊക്കെ തെറ്റി ആൾക്കാരങ്ങ് ചൂടായി തെറ്റിമറിയണത് ഇതന്നെ. അതായത് ഇങ്ങനൊരു വിഷയം ഒരു വിശ്വാസിക്കുണ്ടാവുകയില്ല. ഒരു സമൂഹം, ലോകത്തിലെ മുഴുവൻ സമൂഹവും ഒന്നിച്ചു നിന്നാലും അയാളെ തല്ലാനോ കൊല്ലാനോ പിടിക്കാനോ ഒക്കെ പറ്റും. പക്ഷേ അയാളെ ഇളക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ശരിക്കും നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ ഉണ്ടാവുന്നത് ശരിക്ക് അള്ളാഹുവിനെ അറിയുന്നതിലൂടെയാണ്. അതാണ് അവിടെ തന്നെ നേരത്തെ പറയുന്നത് റബ്ബുക്കൽ ഗനിയ്യുർ റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുന്നതിൻ്റെ ആ തുടക്കമാണ്. അള്ളാഹുവിനെ അറിയാതെ നമുക്ക് ഈ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയില്ല. അതാണ് അതിൻ്റെ സംഗതി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളുക. നിങ്ങളുടെ പണിയെടുക്കാൻ അള്ളാഹു നിങ്ങളെ അനുവദിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത് എന്നുള്ള ബോധ്യം കൂടി ഈ വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും ആ നാട്ടിലെ അകാബിറ മുജ്രിമീകളെ ഉണ്ടാക്കിയിട്ടത് അള്ളാഹുവിൻ്റെ സിസ്റ്റമാണ് എന്നുള്ള ഈ ബോധ്യം നമ്മൾ ശരിക്ക് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് തരാൻ അള്ളാഹു ഉദ്ദേശിച്ച സ്വർഗം എന്ന് പറയുന്നത് വില കുറച്ചൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് വലിയ പിടിവലികളില്ലാതെ ഇത് കിട്ടാനും പോകുന്നില്ല. കാരണം എത്രത്തോളം അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നോ അത്രത്തോളമാണ് ഇങ്ങോട്ട് പവർ. അതല്ലേ തോക്ക്. അതേപോലെ തന്നെയാണ് ഈ സംഗതികളും. അപ്പുറത്തോളം നല്ല പ്രലോഭനങ്ങൾ ഉണ്ടാവും, ഇപ്പുറത്തും അതുപോലെ കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ശരിക്കും മനുഷ്യനായ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് ഇത് വെറുതെ ഈസിയായി കിട്ടുന്നൊരു സാധനമാണെന്നുള്ളൊരു ധാരണ മനുഷ്യരിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിസ്റ്റം ശരിക്കും വിവരിക്കുക. ആ സിസ്റ്റം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നഹു, നിശ്ചയമായും കാര്യമെന്ന് പറയുന്നത് ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഈ അള്ളാഹു നിശ്ചയിച്ച ഈ പ്രവാചകന്മാർ ഈ പ്രപഞ്ചത്തിലും ഭൂമിയിൽ വന്ന് കാണിച്ചു കൊടുത്ത ഈ സിസ്റ്റത്തിനകത്തല്ലാതെ, ഈ ക്രമത്തിനകത്തല്ലാതെ വിജയമുണ്ടാവുകയില്ല എന്നാണ്. വിജയത്തിന് വേണ്ടി നമ്മൾ ഒരു ക്രമം തേടി പോകാൻ പറ്റില്ല. കാരണം ഈ ഒരു ക്രമത്തിന് അപ്പുറത്ത് വേറൊരു ക്രമമില്ല. അതുകൊണ്ടാണ് നൂറിനെ അങ്ങനെ പറയുന്നതും ദുലുമാത്തിനെ അങ്ങനെ പറയുന്നതും. നൂറ് എന്ന് പറയുന്നത് ഒറ്റ എണ്ണേ ഉണ്ടാവുള്ളൂ.
അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ വേറെ പല രൂപങ്ങളിലും ദുലുമാത്തുകൾ ഉണ്ടാവും. ദുലുമാത്തുകൾ പല രൂപങ്ങളിലുണ്ടാവും. അതിൽ അർദ്ധശരികളുണ്ടാവും, മുക്കാശരികളുണ്ടാവും, ശരിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതുണ്ടാവും, ഒക്കെയുണ്ടാവും. പക്ഷേ ശരി ഒന്നേ ഉണ്ടാവുകയുള്ളൂ. അത് നൂറ് എന്നാണ് അതിന് പറയുക. പ്രകാശമാണത്. അതൊരു പ്രകാശമാണ്. ഫസൗഫ തഅലമൂൻ, അടുത്ത് തന്നെ നിങ്ങൾ അറിയും എന്താണ് ക്രമമെന്നും എന്താണ് അക്രമമെന്നും എന്താണ് നിങ്ങൾ കൈവിട്ടതെന്നും എന്താണ് നിങ്ങൾ നേടിയതെന്നൊക്കെ വളരെ അടുത്ത് തന്നെ നിങ്ങളറിയും. കാരണം ഇതൊന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ അതറിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ അയാൾക്കതറിയണ്ടും. അയാളുടെ മരണത്തോടു കൂടി ആരായാലും അത് അയാൾക്ക് ബോധ്യമാവാതെ ഈ ഭൂമി വിട്ടുപോകാൻ അയാൾക്ക് പറ്റില്ല. മൻ തകൂനു ലഹു ആക്കിബത്തുദ്ദാർ, ആർക്കാണ് ഈ ആക്കിബത്തുദ്ദാർ, അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ദാറ്, അതായത് സർവസജ്ജീകൃതമായ സുഖസമ്പൂർണമായ ആ ഒരു ദാറുണ്ട്. നേരത്തെ നമ്മളതിനെ കുറിച്ചിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട്. ആ ദാറ് ആർക്കാണ് ഉണ്ടാവുക എന്ന് അടുത്ത് തന്നെ അറിയും. ഇത് പരലോകത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അതിൻ്റെ മുമ്പ് തന്നെ ഇത് അറിയാറാവും. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ വജഅലു. ഇനി ആ ശിർക്കിൻ്റെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത് ഈ ഏറ്റവും വലിയ ദുൽമ് എന്ന് പറയുന്നത് ഏതാ? ഇന്ന ശിർക്ക ലദുൽമുൻ അളീം. ഷിർക്ക് എന്ന് പറയുന്ന സാധനം ഒരു നേരം ഇരുട്ടി വെളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയത്. അത് പതിയെ അരിച്ചരിച്ച് നമ്മളിലേക്ക് കയറി ക്യാൻസർ പോലെ അല്ലെങ്കിൽ സ്ലോ പോയിസൺ പോലെ നമ്മിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഈ ബനൂ ഇസ്രായേലിൽ പശുക്കുട്ടീനെ ആരാധിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് വിധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഫഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം. ആരെ? വാപ്പ മോനെ കൊല്ലണം, മോൻ വാപ്പാനെ കൊല്ലണം, സഹോദരൻ സഹോദരനെ കൊല്ലണം. അതായത് ഷിർക്കിൻ്റെ ആളുകളെ അള്ളാഹുവിൻ്റെ ആളുകൾ കൊല്ലണം. അതാരാണെങ്കിലും കൊല്ലണം. അതായത് അങ്ങനൊരു മുറിച്ച് കളയലേ ഇതിന് പരിഹാരമുള്ളൂ എന്നാണ്. അങ്ങനെ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ എന്താ ചോദിച്ചാൽ ഇത് പിന്നെയും അരിച്ചു കയറും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസി മുസ്ലിം എന്ന് പറയുന്നത് ഈ ഷിർക്കിനെക്കുറിച്ച് വല്ലാതെ ജാഗ്രത ഉണ്ടായിരിക്കണം. കാരണം ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. വളരെ വളരെ പതുക്കെ ഈ സമൂഹത്തിലേക്ക് കയറി വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ജാഗ്രത എവിടെ നഷ്ടപ്പെടുന്നോ ആ സമൂഹം നശിച്ചു പോകും. അങ്ങനെ വജഅലുല്ലാഹി, അള്ളാഹുവിന് അവരാക്കി, മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി, ഈ കാലികളിൽ നിന്നും കൃഷികളിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചു കൊടുത്ത അതിൽ അവരുണ്ടാക്കി നസീബൻ, ഒരു വിഹിതമുണ്ടാക്കി. അതായത് അള്ളാഹു മാത്രം ഗ്രാൻഡ് ചെയ്ത ഈ സംഭവത്തിൽ നിന്ന് അവർ, അപ്പോൾ അതിലാരാ? ഇതാണ് മുലൂക്കിയത്തിലെ ഷിർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ നിർദ്ദേശം നൽകാനുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, റുബൂബിയത്ത്, മുലൂക്കിയത്ത്, ഉലൂഹിയത്ത്, റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. ഇതിൽ ഈ മുലൂക്കിയത്തിൽ ഇവർ ഇടപെടുക, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ അവരാണ് അവിടെ ഈ ശുറക്ക എന്ന് പറയുന്നത്. ഇതാണ് റസൂല് പറഞ്ഞത്, അവരവരുടെ പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന് പറയുന്നത്. ഇതന്നെ എവിടെയും സംഭവിക്കുന്നത്. ഫഖാലു, എന്നിട്ടവർ പറഞ്ഞു, ഹാദാലില്ല, ഇത് അള്ളാഹുവിന്, അള്ളാഹിനെ അവർ വിട്ടിട്ടൊന്നുമില്ല. ബിസാമിഹിം, അവരുടെ ആ ഒരു വാദം, ഒരു വാദിച്ചുണ്ടാക്കലാണ്. ഹാദാലി ശുറക്കായിന, ഇത് ഞങ്ങളുടെ പങ്കുകാർക്ക്. അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വാധീനമുണ്ട് എന്ന് അവർ കരുതുന്ന ആ പങ്കുകാർക്കൊരു വിഹിതം, അള്ളാഹുവിനൊരു വിഹിതം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഈ അള്ളാഹു എന്ന് പറയുന്നത് എപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മക്ക എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ സംഗതി ഇല്ലെങ്കിലും എല്ലാ മുശ്രിക്കുകളുടെ ഇടയിലും അള്ളാഹു എന്നുള്ള പേരിൽ അതല്ലാതെ അറിയപ്പെടുന്നെങ്കിലും ഒരു സുപ്രീം കോടതിനെ അംഗീകരിക്കാത്ത ഒരു മുശ്രിക്കുകളുമില്ല. ഒരു സുപ്രീം കോടതിനെ ഏതെങ്കിലും നിലക്ക് അംഗീകരിക്കാത്ത ഒരു മുശ്രിക്കുമില്ല. ഇപ്പോൾ ഏതൊരാളും ദൈവമേ എന്ന് പറയുമ്പോൾ ഈ താഴത്തേക്കൊന്നല്ല നോക്കണം വേപ്പെട്ടുക അല്ലേ? പക്ഷേ നിരവധി ദൈവങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും അവരതങ്ങനെ ചെയ്യണം. അതായത് ഇതൊരു ബോധമാണ്. സ്രഷ്ടാവ് എന്ന് പറയുന്ന സംഗതി ഒരു ബോധമാണ്.
അതിനെ കലിപ്പിച്ചു കൂട്ടി നമ്മൾ വളച്ചൊടിച്ചല്ലാതെ വളച്ചൊടിച്ച് ശിർക്ക് ഉണ്ടാക്കുക എന്നല്ലാതെ ആ സംഗതി പോകില്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അത് അള്ളാഹു എന്നുള്ളതാണ്. കാരണം മക്കയിലാണ്. എന്നാൽ പ്രയോഗത്തിൽ ഇനി ഉണ്ടാകുന്നൊരു സംഗതി പറയാം. പ്രയോഗത്തിൽ ഇതെങ്ങനെയാണ്? പ്രയോഗത്തിൽ ഫമാ കാനലി ശുറക്കായിഹിം, അവരുടെ ആ പങ്കുകാർക്കുള്ളത് ഫലാ യസ്ലു ഇലല്ലാഹ്, അതൊരിക്കലും അള്ളാഹുവിലേക്ക് കൊണ്ടുവരില്ല. അതായത് പങ്കുകാർക്കുള്ളത് ഞങ്ങളിഞ്ഞ് തെറ്റാണ്, അത് അങ്ങനെ വേണ്ട, അള്ളാഹ്ക്കാണ് പ്രധാന, അള്ളയാണ് ഇതൊക്കെ തരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നീങ്ങി വരില്ല എന്ന്. അതൊരിക്കലും ഇങ്ങോട്ട് സഞ്ചരിച്ച് എത്തുകയില്ല. എന്നാൽ തിരിച്ചെന്തുണ്ടാകുക? വമാ കാനലില്ലാഹി ഫഹുവ യസിലു ഇലാ ശുറക്കായിം, അള്ളാഹുവിനുള്ളത് പങ്കുകാരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെയ്യും. ഇതാണ് ശരിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ നമ്മളിപ്പോൾ പ്രത്യേക കരുതൽ ഈ വിഷയത്തിലില്ലെങ്കിൽ ഇതിങ്ങനെയാണ് സംഭവിക്കുക. അതങ്ങനെ ഇപ്പം നമ്മൾ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ തോട്ടങ്ങളെ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ എന്താണ്ടാവുക? മറ്റേത് വന്ന് ഇതിനെ മൂടും അല്ലേ? വാസ്തവത്തിൽ നമ്മൾ വളം ഇടണത് എന്തിനാ? കുഴി എടുക്കണത് എന്തിനാ? അതൊക്കെ നമ്മൾ ഈ വെച്ച് പിടിപ്പിക്കുന്ന സാധനത്തിനല്ലേ. പക്ഷേ ഈ വെച്ച് പിടിപ്പിക്കുന്ന സാധനം വളരെ പതുക്കെ. പക്ഷേ അല്ലാത്തതോ, നമ്മളൊന്നും ചെയ്യാത്തത് ഇതിങ്ങനെ ഇതൊരു സിസ്റ്റമാണ്. ഇത് അള്ളാഹുവിൻ്റെ സിസ്റ്റം. അതായത് നമ്മൾ തികഞ്ഞ ജാഗ്രതയിലല്ലെങ്കിൽ മറ്റേത് വന്ന് നമ്മളെ മൂടും. ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ഈ ഒരു ബഹുഭൂരിഭാഗം ജനങ്ങളും അള്ളാഹുവിന് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ 27 കുറച്ച് ചില്ലറ എടുത്തുണ്ടാവും. അതല്ലെങ്കിൽ പള്ളികൾക്ക് ഒരു വരിസംഖ്യ കൊടുക്കുന്നുണ്ടാവും. ഈ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഈ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നത് എന്തിനാണ്? മൊഹീദ്ദീൻ ഷേഖിൻ്റെ റാത്തീബിന്, റിഫായിൻ ഷേഖിൻ്റെ റാത്തീബിന്, ബദരീങ്ങളുടെ ആണ്ടിന്, നബിദിനത്തിന്, സലാത്ത് മജ്ലിസുകൾക്ക്, ദുആ മജ്ലിസുകൾക്ക്, ദിക്ർ മജ്ലിസുകൾക്ക്, മക്കർബറകളിലേക്കുള്ള നേർച്ചകൾക്ക്. അല്ലാതെ കൊടുക്കാം ഇതാ അള്ളാഹുവിന് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടാവുക? ഇതൊക്കെ അള്ളാഹുവിന് തന്നെ. ഇതൊക്കെ അള്ളാഹുവിന് തന്നെയാണ്. പേര് പറയുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിനാണ്. എന്നാൽ പോകുന്നതോ ഈ കൂട്ടരുതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇതെവിടുക്കാണ് പിന്നെ പോവുക? ഇത് ഉപയോഗിക്കുന്ന ചൂഷകരിലേക്കാണ് അത് പോവുക. ഇത് എല്ലാ ശിർക്കിലും ഇങ്ങനെ, ഇസ്ലാമിൽ മാത്രമല്ല. ഇപ്പം മുല്ലാൻ പറമ്പത്തൊരു കാശ് കൊണ്ടിട്ടുണ്ടെങ്കിൽ എത്ര മനക്കാർക്ക് പോകും? ആ മനക്കാരെന്ത് ചെയ്തു? അവർ ആഡംബരമായി ജീവിക്കും. ബാക്കിയുള്ളവരുടെ വിശ്വാസം എന്താ? ഞങ്ങളിതൊക്കെ ദൈവത്തിന് കൊടുത്ത്. അതേ സംഗതിയാണ് നമ്മൾ മൊഹീദ് കൃഷി അൻആമ് നമ്മൾ ആർക്കാ ആട് നെയ്യത്താക്കുക? മൊഹീദ്ദീൻ ഷേഖിനെ നെയ്യത്താക്കണു, കോയി സുലൈമാൻ നബിക്ക് നെയ്യത്താക്കണു, ഉള്ളാളത്തേക്ക് ആട് നെയ്യത്താക്കണു. ഇതന്നെ ഇതെന്ന് പറഞ്ഞാൽ പതുക്കെ കുറേ കഴിഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഇത് മാത്രമാവും. ഇപ്പോഴെങ്കിലും കുറച്ചും കൂടിയൊക്കെ ഉദൂഹിയത്തിനും അക്കീക്കൊക്കെ ആയിട്ട് കുറച്ച് അള്ളാഹുവിൻ്റെ പേരിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ടാ പോവുകഞ്ഞി, ഇതങ്ങോട്ട് പോകും. കാരണം അള്ളാഹുവിനെക്കുറിച്ചുള്ള പറച്ചൽ തന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതായി കൊണ്ടിരിക്കുക. പറച്ചൽ മുഴുവൻ ഈ കൂട്ടരെക്കുറിച്ചാണ് അല്ലേ? എല്ലാവരും ഇവരെക്കുറിച്ചാണ് പറയണത്, ഇവരെക്കുറിച്ചാണ് വാഴ്ത്തുന്നത്. ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നു അറിയുക. ഇയാൾ കണ്ണടച്ചപ്പോഴാണ് പ്ലെയിൻ അപകടം ഉണ്ടാകുന്നതെന്ന് അറിയുന്നത്. അതായത് ഇങ്ങനെ പറഞ്ഞ് യാഥാർത്ഥ്യം എന്തെന്നറിയാത്തൊരു സമൂഹത്തിന് കേൾക്കുന്നത് എന്താണോ അത് മാത്രമാവും പിന്നെ അറിവ്. അങ്ങനെ ഒരു സമൂഹത്തിനെ ഒരു വാർത്തെടുത്ത് കൊണ്ടുവരുന്നാൽ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നടക്കുന്നുണ്ട് എന്ന് അറിയാമായിരുന്നെങ്കിലും ഒരു സമൂഹം എന്നുള്ള നിലക്കോ ഒന്നും ഇതിനൊരു എതിർപ്പോ തടസ്സമോ ഉണ്ടായിരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് മൗനമായിട്ട് എല്ലാ സമൂഹങ്ങളും ഇതിൽ പങ്കാളികൾ ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സമൂഹം മൊത്തം കുറ്റവാളികളാണെന്നാണ്. അപ്പം അങ്ങനെ അതായത് സ്വാഭാവികമായിട്ടും മാതാക്കൾ എങ്ങനെയായാലും കുട്ടീനെ കൊല്ലണത് എതിർക്കും. അങ്ങനെ എതിർപ്പ് മൂലം രക്ഷപ്പെട്ട ഒരു കുട്ടിയെയും പിന്നീട് വധിക്കുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഒരു സംഭവമാണ് അദ്ദേഹം ഉദ്ധരിക്കുക. ആ ഒരു സംഭവം അത് റസൂലിനോട് പറയാണ്. റസൂലിൻ്റെ ഒരു സഹാബി സദാസമയം ഇങ്ങനെ വിഷാദമായൊരു മുഖമുള്ളതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് റസൂൽ കാണുകയാണ്. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, എന്തങ്ങനെ എപ്പോഴും ദുഃഖിതനായിട്ട് കാണപ്പെടാനുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ അജ്ഞാനകാലത്ത് ഒരു മഹാപാപം ചെയ്തിട്ടുണ്ട്. അജ്ഞാനകാലം എന്ന് പറഞ്ഞാൽ ഈ റസൂലിൻ്റെ മുമ്പുള്ള കാലത്തിന് അവർ പറയുന്നു.
ഇപ്പോൾ ഞാൻ മുസ്ലിമാണെങ്കിലും ആ പാപം അള്ളാഹു പൊറുക്കുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതായത് മുസ്ലിം ആയ ശേഷം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നു, അതിനെ കൊല്ലരുതെന്ന് ഭാര്യ അങ്ങനെ നിർബന്ധിച്ചു, അതിനെ കൊല്ലണ്ടെന്ന് നിർബന്ധിച്ചു. അതനുസരിച്ച് അവളെ ജീവിക്കാൻ വിട്ടു. അവൾ വളർന്നു, പ്രായമായി. അവൾ നല്ല സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഈ കുട്ടിയെ, അതായത് ഇതൊരു ഗോത്രത്തിൻ്റെ അഭിമാനം പോലെ വേറെന്തോ ഒരു ലെവലിലേക്ക് വ്യാപിച്ചു. അതാണ് ഈ സയ്യൻ അലി കസീർ എന്നൊക്കെ ഖുർആൻ പറയുന്നത്. അതായത് നമുക്ക് ഒരു ഭാഗത്ത് ഇവിടെ നിന്നിട്ട് നമ്മളുടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്ത ചില ആസ്വാദനങ്ങളുണ്ട്. ഇപ്പോൾ ഈ കൊലപാതകം ചിലർ ആസ്വദിക്കുന്നുണ്ട്, കുറ്റവാളികളായ കൊലപാതകികൾ. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു ഇതല്ല. കാരണം എല്ലാ സംഗതികൾക്കും അതിൻ്റേതായ ഒരു ആസ്വാദനം ഭൂമിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും, ഇതെങ്ങനെ ഇപ്പോൾ ഈ പഹയന്മാരെ ആസ്വദിക്കുന്നതെന്ന്. അയാൾക്ക് ഒരിക്കലും ഈ പെൺകുട്ടിയെ കണം കൊടുക്കാനൊന്നും തോന്നുന്നില്ല. അയാൾക്കതൊക്കെ ഒരു അപമാനമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം തീരുമാനിക്കുക, ഇതിനെങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊല്ലണം ഈ കുട്ടീനെ. അങ്ങനെ ഭാര്യയോട് ഇദ്ദേഹം പറയാം, ഞാൻ എൻ്റെ വേറെ ചില ഗോത്രത്തിലുള്ള വേറെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇവളെയും കൂട്ടിയിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ ഭാര്യയ്ക്കും സന്തോഷമായി, കുട്ടിക്കും സന്തോഷമായി. അങ്ങനെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട കിണറുകളുണ്ടാവും. അവിടെ അങ്ങനെ ഇയാളുടെ പെരുമാറ്റെത്തിയപ്പോൾ ഈ കുട്ടിക്ക് സംഗതി മനസ്സിലായി. കാരണം അവരുടെ സമൂഹത്തിലുള്ളതാണല്ലോ അത്. കുട്ടിക്ക് സമൂഹത്തിൽ ഈ സംഗതി എന്താണെന്ന് മനസ്സിലായി, കുട്ടീനെ കൊല്ലാനാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ കരഞ്ഞ് പറയാണ്, എൻ്റെ ഉമ്മാക്ക് കൊടുത്ത ഉമ്മ ആദ്യം തന്നെ പറയുന്നുണ്ട്, കുട്ടീനെ അപകടത്തിൽ പെടുത്തരുത് എന്നൊക്കെ വരുമ്പോൾ തന്നെ അതിനൊക്കെ സാധ്യതയുള്ള കാലമാണ്. അപ്പോൾ അവർ ഉമ്മ ശരിക്ക് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നുണ്ട് ആ വാപ്പാനെ കൊണ്ട്, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വാപ്പാനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാം, ഉമ്മാക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, ഇന്നെ കൊല്ലരുത്, ഇതാക്കരുത് എന്നൊക്കെ. പക്ഷെ അയാൾ പറയാണ്, ഞാൻ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ദയ അങ്ങനെ വരും, പക്ഷേ ഈ കിണറിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മറ്റതും വരും, ശൈത്താനിയത്തും വരും. അങ്ങനെ അത് മാറി വന്ന് ഈ കുട്ടിയുടെ കരച്ചിലും എൻ്റെ ഈ വികാരങ്ങളും ഒക്കെ കൂടി വന്ന് അവസാനം ശൈത്താൻ എൻ്റെ മേൽ ആധിപത്യം നേടിയെന്നാണ്. ശൈത്താൻ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ സംഗതികളിൽ വരുമ്പോൾ അള്ളാഹ് നമ്മളെ ചില പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ അതവിടെ ഇല്ല, ഇതവിടെ ഇല്ല. അതില്ലെങ്കിൽ എന്താ ചോദിച്ചാൽ മറ്റേത് ആധിപത്യം നേടും എന്നായി പറയണത്. മറ്റേത് ആധിപത്യം നേടും. ഈ സുരക്ഷ നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അന്ന് ഇവരുടെയൊക്കെ ഈ സുരക്ഷ ഇല്ല. മറ്റേത് ആധിപത്യം നേടി. അങ്ങനെ ഈ കിണറ്റിലേക്ക് ആ കുട്ടീനെ തള്ളിയിട്ട് ആ കുട്ടി അവിടെ കിടന്ന് ഈ വാപ്പാനെ കിടന്നിട്ട് വിളിച്ച് കരയുന്നു. പക്ഷേ ഇയാളവിടെ ഈ മരിക്കുന്നവരെ നിന്നിട്ട്, കുട്ടി അവിടെ നിന്ന് തീരുന്നവരെ നിന്നിട്ട് അയാൾ തിരിച്ചു പോകുന്നു. ഇത് കേട്ടിട്ട് റസൂലും സഹാബത്തും ഒക്കെ ആകെ കരയാം. അന്ന് ഇയാൾക്ക് ഈ വികാരമായിരുന്നു മുന്നിൽ. മുസ്ലിമായപ്പോൾ എന്താ വിചാരിച്ചാൽ അതിൻ്റെ മറ്റേ ഭാഗമായി വളർന്ന് ഇയാൾക്കിത്. അപ്പോൾ റസൂൽ അദ്ദേഹത്തിനോട് പറയാം, മുൻകഴിഞ്ഞ കാലത്ത് വല്ല പാപങ്ങൾക്കും ശിക്ഷിക്കാൻ എന്നെ അധികാരപ്പെടുത്തിയിരുന്നെങ്കിൽ അന്നെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു എന്ന് റസൂൽ പറയാം. അതായത് അത്രയും വലിയ സംഭവങ്ങൾ ഈ ശിർക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ കാണുമ്പോൾ ഈ കുട്ടികളെ കൊല്ലുമ്പോഴും പെണ്ണുങ്ങളെ കൊല്ലുമ്പോഴൊന്നും ആർക്കും ഒരു വേദനയുമില്ലാത്തത്. കാരണം ഇത് ഷിർക്കാണ്. ഈ ഷിർക്കിൽ ഊട്ടപ്പെട്ട സമൂഹങ്ങളാണ് ഇവരൊക്കെ. നമ്മളവർ വലിയ പേരൊക്കെ പറഞ്ഞ് പരിഷ്കാരികളാണ്, ആധുനികരാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനം ഇവരുടെ ഈ ശൈത്താനിയത്തും ഈ ഷിർക്കിലും ഊട്ടപ്പെട്ടവരാണ്. ഇവർ എന്തിനും മടിക്കില്ല. അതായത് ഷിർക്ക് ഏതൊരു സമൂഹത്തിലുണ്ടോ ആ സമൂഹത്തിനെക്കുറിച്ച് നമ്മൾ പറയാം. അവർ പുറത്തേക്ക് എത്രമാത്രം സംസ്കാര സമ്പന്നരാണെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ അവരുടെ യഥാർത്ഥ്യത്തിലേക്ക് പോകും. കാരണം അവരെ നയിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം അള്ളാഹുവിൻ്റെ ഈ ഭാഗത്തെ മുറുകെ പിടിച്ചവർക്കല്ലാതെ അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ
സൂറത്തുൽ അൻആമിൻ്റെ അവസാനത്തിലേക്ക് വെച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിശ്വാസത്തിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മക്കയിൽ അവതരിക്കുന്നതാണ്. ഷിർക്കിൻ്റെ ആ കൊടി കുട്ടിയ സ്ഥലത്ത് എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ് എന്ന് ശരിക്ക് പഠിപ്പിക്കുക. മനുഷ്യർ അവരുടെ തന്നെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുക. വലൗ ഷാ അല്ലാഹു മാ ഫഅലൂ, അതാണ് അതിൻ്റെ മർമ്മം. നമുക്ക് അതായത് ഇതൊക്കെ അള്ളാഹ് തീരുമാനിച്ചെങ്കിൽ ഇവരതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഇങ്ങനെ ഹിദായത്തും വലാലത്തും തിരഞ്ഞെടുക്കാനുള്ള ഒരു സിസ്റ്റം മനുഷ്യർക്കും ജിന്നുകൾക്കും മുന്നിൽ വെച്ചതാണ്. അതുകൊണ്ടാണ് ഇവർക്കിത് കഴിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആടോ പൂച്ചയോ പട്ടിയോ പോത്തൊക്കെ പോലൊക്കെ നമ്മളും ജീവിക്കുമായിരുന്നു. ഇത് കൃത്യമായും അള്ളാഹു ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. അതായത് ഈ ശൈത്താനിയത്തിൻ്റെ പിറകെ പോകാൻ തീരുമാനിച്ചവർക്ക് അങ്ങനെ പോവാമെന്നും ഈ സമാപ്തിയിലൊക്കെ എത്താമെന്നുള്ളതും. അതുകൊണ്ട് ഫദർഹും, അവരെ നീ ഉപേക്ഷിച്ചേക്കുക. അങ്ങനെ തീരുമാനിച്ച ആളുകൾ അങ്ങനെ പോയിക്കോട്ടെ, അതങ്ങനെ തന്നെ അവരെ അള്ളാഹ് വിട്ടതാണ്. എങ്ങനെയെങ്കിലും ഇവർ നേരാവുന്നോ അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിച്ചിട്ടോ അവരുടെ നമ്മൾ വലിയാക്കിയിട്ടൊന്നും നമ്മൾ നടക്കണ്ട. നമ്മൾ അള്ളാഹുവിൽ അവലംബിച്ച് മറ്റുള്ളത് അവർ ചമച്ച വ്യാജങ്ങളൊക്കെ അവരുടെ കൂടെ അവരുടെ പാട്ടിന് വിട്ടിട്ട് നമ്മൾ ഈ അള്ളാഹുവും ഈ റസൂലും കാണിച്ചു തന്ന മാർഗത്തിൽ നമ്മളങ്ങനെ ജീവിക്കുക. അതാണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ റസൂലിനോട് ചേർന്ന് ഈ റസൂലിന് പരിപൂർണമായി അങ്ങ് കീഴ്പ്പെട്ടിട്ട് അങ്ങനെ ജീവിക്കുമ്പോഴല്ലാതെ നമുക്ക് ഈ ദുരിതത്തിൽ നിന്നും ഈ ഭൗതികതയുടെ ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. നമ്മൾ ഇത് കൈവിട്ടാൽ നമ്മൾ ഉറപ്പായും അതിൽ പോയി വീഴും. ഇത് കൈവിട്ടാൽ ഉറപ്പായും അതിൽ പോയി പെടുമെന്നുള്ള ഈ ബോധം നമുക്ക് ഉണ്ടാവണം. അത് ഈ ഖുർആനിൽ നിന്നല്ലാതെ നമുക്ക് ഇവിടുന്നും കിട്ടില്ല. അത് ഇവിടുന്നും ആ ബോധത്തിലേക്ക് നമ്മൾ എത്തില്ല. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റൊക്കെ ഒരു ആവേശമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഖുർആൻ നമ്മുടെ ഉള്ളിലിങ്ങനെ നിലനിൽക്കുമ്പോഴല്ലാതെ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് വഅതസിമു ബിഹബിലില്ലാ എന്ന് പറയുന്നത്. ആ പിടുത്തം എന്ന് പറയുന്നത് ഒരിക്കലും അഴയാൻ പാടില്ല. അത് ഖുർആനോടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ അല്ലാതെ അത് നമുക്ക് സാധ്യമല്ല. എന്ന് അള്ളാഹ് പറയുന്നുണ്ടെങ്കിൽ അത് സാധ്യമാവില്ല. നമ്മൾ എന്ത് സ്വപ്നങ്ങൾ കണ്ടിട്ടും ഒരു കാര്യമില്ല. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത് ഇതൊന്നും പറയുന്നത് വെറും സ്വപ്നങ്ങളോ അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളോ അല്ല, അത് പ്രവർത്തനമാണ്. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെ അത് നമ്മിലേക്ക് ഇങ്ങനെ ഉറച്ചു വരേണ്ടതാണ്. നമുക്ക് നിർത്താം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.